രാമൻ സാറേ, ഈ ഒരിടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും സംസാരിച്ചു തുടങ്ങുകയാണ്. ഈ അന്താരാഷ്ട്ര രാഷ്ട്രീയം വളരെ സൂക്ഷ്മമായി ഫോളോ ചെയ്യുന്ന മലയാള ജേർണലിസ്റ്റുകളിൽ ഒരാളാണ് സാറ്. ഏറ്റവും ഒടുവിലത്തെ ഒരു ഇന്ത്യക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്ത പുറത്തു വരുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് 500% വരെ നികുതി ഏർപ്പെടുത്തുന്ന താരിഫാണല്ലോ പുതിയൊരു സമ്മർദ്ദ തന്ത്രം, ഒരു പുതിയ അന്താരാഷ്ട്ര ബലതന്ത്രം തന്നെ അതാണല്ലോ, താരിഫാണല്ലോ. അങ്ങനെ ഒന്ന് സെനറ്റിൽ അവതരിപ്പിക്കാൻ ട്രംപ് അനുമതി കൊടുക്കുന്നു, അതിന് അനുമതി കിട്ടും എന്ന അവസ്ഥ വന്നിരിക്കുന്നു. ഇത് സംബന്ധമായ കാര്യങ്ങൾ സംസാരിക്കാൻ നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറും താല്പര്യപൂർവ്വം അവിടെ ഉണ്ട്. എന്തായിരിക്കും ഈ ഒരു ബില്ലിന്റെ ഭാവി? ഇത് ഓഗസ്റ്റിലാണ് അവതരിപ്പിക്കാൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. ട്രംപ് അനുവാദം കൊടുത്തിട്ടുണ്ട്. ഒരു റിപ്പബ്ലിക്കൻ സെനറ്ററാണ് ഇത് അവതരിപ്പിക്കുന്നത്. പക്ഷെ ഡെമോക്രാറ്റുകളുടെയും പിന്തുണ ഇതിനുണ്ട്. ഭരണകക്ഷിയും പ്രതിപക്ഷവും അവരുടെയും പിന്തുണയുണ്ട്. അപ്പോ ഇന്ത്യ ഇത് അവതരിപ്പിക്കുന്ന സെനറ്ററോട് ഉത്കണ്ഠയൊക്കെ രേഖപ്പെടുത്തിയതായിട്ട് ജയശങ്കർ പറഞ്ഞിട്ടുണ്ട്. CBS ചാനലുമായിട്ടുള്ള ഇന്റർവ്യൂവിലും ഒക്കെ ഈ ഗ്രഹാം ഇത് അവതരിപ്പിക്കുന്ന ആള് ലിൻസെ ഗ്രഹാം ആണ് അവതരിപ്പിക്കുന്നത്, നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. ലിൻസെ ഗ്രഹാം കഴിഞ്ഞ ദിവസം CBS ചാനലിന്റെ അഭിമുഖത്തിലും ഒക്കെ പറഞ്ഞിരുന്നു, ഇത് ഞാൻ അവതരിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ, അതായത് ട്രംപുമായിട്ട് ഗോൾഫ് കളിക്കുമ്പോൾ അദ്ദേഹം ഇത് സമ്മതിച്ചു എന്ന് ഈ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അമേരിക്കയിൽ ജയശങ്കർ ക്വാഡ് രാജ്യങ്ങളുടെ ഉച്ചകോടിക്ക് അവിടെ ഉണ്ട്. ഇന്ത്യ ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ കയറ്റുമതി ചെയ്യുന്നത് അമേരിക്കയിലേക്കാണ്. അപ്പൊ അതുകൊണ്ട് 500% നികുതി ഈ റഷ്യക്കും ചൈനയ്ക്കും ഇന്ത്യക്കും, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ക്രൂഡ് ഓയിൽ വാങ്ങുന്ന, ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന ലോകത്തിലെ 2 രാജ്യങ്ങൾ ചൈനയും ഇന്ത്യയുമാണ്. അപ്പൊ ചൈനയും ഇന്ത്യയും മുന്നം വെച്ചിട്ടാണ് ഈ ബില്ല് വരുന്നത്. അതിൽ വേറൊരു രാഷ്ട്രീയമുള്ളതായിട്ട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, യുക്രൈനുമായിട്ടുള്ള ഒരു വെടിനിർത്തലിന് ട്രംപ് പ്രതീക്ഷിച്ചതുപോലെ പുടിൻ വഴങ്ങിയിട്ടില്ല. അപ്പൊ പുടിനെ ഈ ചർച്ച മേശയിലേക്ക് കൊണ്ടുവരാൻ ഉള്ള ഒരു സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗം കൂടിയാണിത്. കാരണം ഇങ്ങനെ വരുമ്പോ റഷ്യയും ആയിട്ട് ഏറ്റവും മമതയിൽ കഴിയുന്ന 2 രാജ്യങ്ങളാണ് ചൈനയും ഇന്ത്യയും. ചൈനയും ഇന്ത്യയും ഷിയും മോദിയും പുടിനോട് സംസാരിക്കും എന്നുള്ളൊരു തോന്നൽ ആ സമയത്ത് അമേരിക്കയ്ക്ക് ട്രംപിനുണ്ടാകാം. അതൊക്കെ കണ്ടറിയേണ്ടതാണ്. ഞങ്ങൾ ആ പാലവും കടക്കും എന്നാണ് ജയശങ്കർ പറഞ്ഞിരിക്കുന്നത്, അമേരിക്കയിൽ തന്നെ. അതപ്പൊ നോക്കാം, ആ പാലവും ഞങ്ങൾ കടക്കും. ഇത് റിസോൾവ് ചെയ്യാന്നുള്ള അല്ലല്ല, ആ പാലം അപ്പോ, കാരണം ഓഗസ്റ്റിലല്ലേ ഇത് അവതരിപ്പിക്കുന്നത്. 2 ദിവസത്തിനകം ഈ കച്ചവടക്കരാർ അമേരിക്കയുമായിട്ട് നമ്മൾ ഒപ്പിടാൻ പോകുന്നുണ്ട്. 2 ദിവസം കൂടിയേ വരുള്ളൂ. കുറെ നാളായിട്ട് അത് ചർച്ച നടക്കുന്നുണ്ട്. മുമ്പത്തെ താരിഫ് ചുമത്തിയതൊക്കെ ഇളവ് ചെയ്യണം, ചില ഇളവുകൾ നമ്മൾ അങ്ങോട്ട് ചെയ്യാനുണ്ട്. അങ്ങനെ ഒരു കരാറിനൊരു അവസാന രൂപം ആയി വരുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോ പുതിയ കരാർ വന്ന ശേഷവും ഇത് അവതരിപ്പിക്കുകയാണെങ്കിൽ അത് അപ്പം കാണാം എന്നാണ് ജയശങ്കർ പറഞ്ഞതിന്റെ അർത്ഥം. കാരണം വാക്ക് മാറുക എന്നുള്ളതാണല്ലോ അർത്ഥം. കച്ചവടക്കരാർ ഉണ്ടായ ശേഷം ഈ 500% എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ചുമത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരാറിന്റെ ലംഘനമായിട്ട് വ്യാഖ്യാനിക്കപ്പെടും. അപ്പോ ലിൻസെ ഗ്രഹാം ആണ് അവതരിപ്പിക്കുന്നത്. ഇന്ത്യയും ചൈനയും ബില്ലിൽ പരാമർശിക്കുന്നുണ്ട്. ഈ 2 രാജ്യങ്ങളും, ഇന്ത്യയും ചൈനയും 70% അവരുടെ ക്രൂഡ് ഓയിലും പുട്ടിന്റെ എണ്ണയാണ് മേടിക്കുന്നത് എന്ന അതിൽ വാചകമുണ്ട്. അപ്പോ ട്രംപ് ഇതൊരു ഉപരോധമാണ്, ശരിക്കും വളരെ സ്ട്രെയിറ്റ് ആണ്. കാരണം ഇന്ത്യക്കും ചൈനയ്ക്കും എതിരായ ഉപരോധം ആണ് ഈ 500% താരിഫ് ചുമത്തുന്നു എന്ന് പറഞ്ഞാൽ. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ സാങ്ഷൻസ് എന്ന് പറയില്ലേ, ഉപരോധം ഈ 2 രാജ്യങ്ങൾക്കും എതിരെ, അതാണ്. പിന്നെ നമ്മളുടെ ചരക്ക് ആര് മേടിക്കാനാണ്? 500% നികുതി കൊടുത്തിട്ട് അമേരിക്കയിൽ ആര് വാങ്ങിക്കാനാണ്? അപ്പൊ അത് ഒരു ഉപരോധം നമുക്കെതിരെ ഏർപ്പെടുത്തുന്ന പോലെ തന്നെയാണ്. മുമ്പ് നമ്മൾ റഷ്യയിൽ നിന്ന് S-400 ഇല്ലേ, ഈ വിമാനവേദ സിസ്റ്റം, അത് വാങ്ങിക്കുമ്പോഴും നമുക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നൊക്കെ അമേരിക്കയുടെ ഭീഷണി ഉണ്ടായിരുന്നു. നമ്മളതൊന്നും മൈൻഡ് ചെയ്തില്ല, നമ്മൾ വാങ്ങിച്ചല്ലോ. എന്നിട്ട് എന്തായി? ഒന്നും സംഭവിച്ചില്ല.
അപ്പൊ നമുക്കും ചില കാര്യങ്ങളൊക്കെ, നമ്മളിപ്പോ ഒരു വൻശക്തിയാണല്ലോ, നമുക്കും ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ റഷ്യൻ യുദ്ധത്തില് ചർച്ചയ്ക്ക് വരാനായിട്ടുള്ള ഒരു സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. അപ്പോ ഏപ്രില് ട്രംപ് പ്രഖ്യാപിച്ച 26% താരിഫ് ഉണ്ടല്ലോ ഇന്ത്യക്കെതിരെ, അതിലളവിന് വേണ്ടിയിട്ടുള്ള കരാറാണ് ഇനി വരാൻ പോകുന്നത്. ആ റെസിപ്രോക്കൽ നികുതി, നമ്മളിവിടെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് കുറെ നികുതി ചുമത്തുന്നുണ്ട്, അതേ നികുതി അവിടെയും ചുമത്തും. 3-4% 26% എന്നാണ് ട്രംപ് അന്ന് പ്രഖ്യാപിച്ചത്. റഷ്യയിൽ നിന്ന് നമ്മൾ ഈ പറയുന്നത് പോലെ 70% ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നില്ല. നമ്മൾ വാങ്ങിക്കുന്നത് നമ്മുടെ മൊത്തം ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നതിന്റെ 40 മുതൽ 45% വരെ റഷ്യയിൽ നിന്നാണ്. 40 അത്രയും ഉണ്ടായിരുന്നില്ല. നമ്മള് സൗദിയിൽ നിന്നൊക്കെ അല്ലേ, പശ്ചിമേഷ്യയിൽ നിന്നാണ് മുമ്പ് വാങ്ങിച്ചിരുന്നത്. ഈ കഴിഞ്ഞ മെയ്യില് കഴിഞ്ഞ 10 മാസത്തിന്റെ ഇടയ്ക്കുള്ള ഏറ്റവും കൂടുതൽ നമ്മൾ വാങ്ങിച്ചു. ഒരു ദിവസം 10.6 ലക്ഷം ബാരൽ 10.6 ലക്ഷം ബാരൽ എണ്ണ ആണ് നമ്മൾ റഷ്യയിൽ നിന്ന് മെയ്യിൽ വാങ്ങിച്ചത്. അപ്പൊ ഞാൻ ഈ സമയത്തെ നോക്കി ജൂണിലൊക്കെ. അപ്പൊ ജൂണിലായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ, ഇനി മുതലായിരിക്കും കൂടുതൽ റഷ്യയിൽ നിന്ന് വാങ്ങുന്നതെന്ന് റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. 22 ലക്ഷം ബാരൽ പെർ ഡേ ഒരു ദിവസം നമ്മൾ വാങ്ങിക്കും എന്നാണ്. നമ്മൾ അമേരിക്കയിൽ നിന്ന്, ആഫ്രിക്കയിൽ നിന്ന്, ലാറ്റിൻ അമേരിക്കയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നുണ്ട്. നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഇറാൻ യുദ്ധ സമയത്തൊക്കെ, ഇസ്രായേൽ യുദ്ധ സമയത്തൊക്കെ ഇത് 78 രൂപയൊക്കെ ആയിരുന്നില്ലേ ഒരു ബാരലിന്. നമുക്ക് 50 രൂപയ്ക്ക് കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത് റഷ്യയിൽ നിന്ന് ഒരു ബാരലിന്. അത് ഈ 50 രൂപ എന്ന് പറയുന്നത് ഷിപ്പിംഗ് ഇൻഷുറൻസ് കോസ്റ്റ് കണക്കാക്കാതെയാണ് 50. അതൊക്കെ കണക്കാക്കിയാൽ ഒരു 60 രൂപയ്ക്കൊക്കെ നിൽക്കും. അപ്പൊ നമുക്ക് ചീപ്പായിട്ടാണ് റഷ്യ തരുന്നത്. അത് നമ്മൾ ഡോളർ കൊടുക്കണ്ട, നമ്മുടെ റുപ്പി കൊടുത്താൽ റൂബിൾ കച്ചവടമാണത്. അപ്പോൾ നമുക്ക് സൗകര്യങ്ങളുണ്ട് അതില്. അപ്പോ പശ്ചിമേഷ്യയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ കൂടുതലാണ് ഇപ്പോൾ റഷ്യയിൽ നിന്ന് നമ്മൾ വാങ്ങുന്നത്. 2022 യുക്രൈൻ അധിനിവേശം, അത് ഫെബ്രുവരിയിലായിരുന്നു. അന്നു മുതല് അമേരിക്കയും നാറ്റോയും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി. അന്നാണ് നമ്മൾ റഷ്യയിൽ നിന്ന്, റഷ്യ ചീപ്പായിട്ട് തരുന്നു വന്നു, കാരണം മറ്റു രാജ്യങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് നമ്മൾ റഷ്യയിൽ നിന്ന് കൂടുതൽ വാങ്ങാൻ തുടങ്ങിയത്. അപ്പോ ഈ ലിൻസെ ഗ്രഹാം ഈ ബില്ല് അവതരിപ്പിക്കാൻ പോകുന്ന ആള് അവിടുത്തെ ABC ചാനലില് അതിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയും ചൈനയുമാണിപ്പോ റഷ്യയുടെ യുക്രൈൻ യുദ്ധതന്ത്രം തിരിക്കുന്നത്. ആ യുദ്ധത്തിന് കാശ് കൊടുക്കുന്നത് ഇന്ത്യയും ചൈനയുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബില്ല് ഓഗസ്റ്റിൽ വരും. റഷ്യ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്, അതിനു വേണ്ടിയിട്ടാണ് ഈ ബില്ല് എന്ന് കരുതുന്നു. അപ്പൊ ഇത് ശരിക്കും 500% നിലവിൽ വന്നാൽ ഇന്ത്യയുടെ മരുന്ന് കയറ്റുമതി, ഫാർമസ്യൂട്ടിക്കൽസ്, തുണി, ടെക്സ്റ്റൈൽസ്, IT സേവനങ്ങൾ, IT സർവീസസ്, ഇതിനെയൊക്കെ ബാധിക്കും. ഇന്ത്യയെ വല്ലാതെ ബാധിക്കും അത് അങ്ങനെ വന്നാൽ. ഇന്ത്യ 2024 കഴിഞ്ഞ കൊല്ലം 4,94,434 കോടി രൂപയുടെ എണ്ണ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെയ്തിട്ടുണ്ട്. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞിട്ടുണ്ട് വാണിജ്യ കരാർ ഉടനെ ഉണ്ടാവുന്നത്. ഞാൻ മറ്റു റിപ്പോർട്ടുകളിലും കണ്ടത് 2 ദിവസത്തിനകം കച്ചവട കരാർ ഉണ്ടാവുന്നുള്ളതാണ് അമേരിക്കയായിട്ട്. പിന്നെ ഈ ലിൻസെ ഗ്രഹാമിന്റെ ഈ ബില്ല് അവതരിപ്പിക്കാൻ ഇതിനെ സെക്കൻഡ് ചെയ്യുന്നത് ഡെമോക്രാറ്റിക് സെനറ്റർ റിച്ചാർഡ് ബ്ലൂമെന്താൾ ആണ്. റിപ്പബ്ലിക്കൻ സെനറ്ററാണ് ലിൻസെ ഗ്രഹാം, പക്ഷെ പിന്തുണയ്ക്കുന്നത് ബില്ല് ഡെമോക്രാറ്റ്സ് ആണ്. അത് റിച്ചാർഡ് ബ്ലൂമെന്താൾ ആണ്. 84 കോൺ സ്പോൺസേഴ്സും ഈ ബില്ലിന് വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് ട്രംപിന്റെയും കൂടി പിന്തുണ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പോ ഈ ജൂണിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ പോകുന്നത്. 22 ലക്ഷം ബാരൽ വരും എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. അപ്പോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ റഷ്യയെ അമേരിക്കയ്ക്ക് ഈ വെടിനിർത്തൽ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന് മാഷിന് തോന്നുന്നുണ്ടോ?
അതിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തുമാത്രം സാധ്യതയുണ്ട് എന്നുള്ളത് പരിശോധിക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നത് അതിനേക്കാളും പ്രധാനമാണ് ഇപ്പൊ ഈ ചൈനക്കും ഇന്ത്യക്കും ഒരുപോലെ ബാധിക്കുന്ന ഒരു നിയമം അമേരിക്കൻ സെനറ്റ് കൊണ്ടുവരിക. അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ, ചൈനയും ഇന്ത്യയും തമ്മിൽ കുറെ കൂടി അമേരിക്കയെ പ്രതിരോധിക്കാൻ വേണ്ടി, റഷ്യയെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രമല്ല, അമേരിക്കയെ തന്നെ പ്രതിരോധിക്കേണ്ട ആവശ്യം ഇന്ത്യക്കുണ്ടല്ലോ, ചൈനക്കും ഉണ്ട്. ഈ മേഖലയിൽ അമേരിക്ക നടത്തുന്ന കയ്യേറ്റം നമ്മളിപ്പോ ബംഗ്ലാദേശോട്ടുള്ള ഇഷ്യൂസിൽ നമ്മൾ കണ്ടതാണ്. ബംഗ്ലാദേശും ഈ അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷൻ നമ്മൾ കാണുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ രാഷ്ട്രീയമായി ഇപ്പൊ സാമ്പത്തിക രംഗത്ത് ഇതിനെ എങ്ങനെ ചെറുത്താലും ഈ രാഷ്ട്രീയമായ ഈ പ്രദേശത്തിന്റെ നമ്മുടെ ഈ ഇന്ത്യ ഉപഭൂഖണ്ഡ, ഇന്ത്യയും ചൈനയും ചേർന്നുള്ള ഒരു ബെൽറ്റ് ശക്തിപ്പെടാനും അമേരിക്കൻ വിരുദ്ധമായി ഒരു ഇന്ത്യ ചൈന ബന്ധം ശക്തിപ്പെടാനും ഒക്കെ എനിക്ക് തോന്നുന്നത് ഈ നിയമനിർമ്മാണം കുറെ കൂടി സഹായകരമാവാനാണ് സാധ്യത. പിന്നെ ചെറുക്കാനുള്ള മാർഗങ്ങൾ പലതും ഉണ്ടല്ലോ. ഇന്ത്യയുടെ മുമ്പിൽ ഇപ്പോ റഷ്യയുടേത് വാങ്ങുന്നതിനെ ഇവർ തടഞ്ഞാൽ തന്നെ പല മാർഗങ്ങൾ ഇന്ത്യയുടെ മുമ്പിൽ വേറെയുണ്ടല്ലോ. ഇന്ത്യ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടില്ല, പക്ഷെ ഇത് ചീപ്പാണ്. അതുകൊണ്ട് നമ്മൾ എണ്ണയ്ക്ക് ഒരുപാട് എണ്ണ വാങ്ങാൻ ഉപയോഗിക്കുന്ന കുറെ പൈസ ലാഭിച്ചിട്ടാണ് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നത്. അതുപോലെ നമുക്ക് ഈ ആയുധ വ്യവസായം ഇപ്പോ തരക്കേടില്ലാതെ നമ്മൾ വളർത്തി വരുന്നുണ്ട്. അപ്പൊ ഈ ബില്ല് വരികയാണെങ്കിൽ അതിൻ്റെതായ കുഴപ്പങ്ങളുണ്ട്. പക്ഷേ ഈ കച്ചവട കരാറ് 2 ദിവസത്തിനകം ഒപ്പിടുകയാണെങ്കിൽ ഈ ബില്ല് അവതരിപ്പിക്കപ്പെടുവോ എന്നുള്ള കാര്യത്തിൽ തന്നെ സംശയമാണ്. അപ്പൊ അതുകൊണ്ട് കാത്തിരുന്ന് കാത്തിരിക്കാം. മാത്രമല്ല പ്രതിരോധിക്കാനുള്ള വഴികളൊക്കെ ഇന്ത്യയും ചൈനയും ഒരുമിച്ച്, ഇന്ത്യയുടെ കയ്യിൽ തന്നെ ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. ചൈനയും കൂടി ചേരുമ്പോൾ നമ്മുടെ ഈ മേഖല ഒരുപക്ഷെ ഒരു അമേരിക്കൻ വിരുദ്ധ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.